ശ്രീ കെ ജി ദിലീപ് കുമാർ, ശ്രീ മുജീബ് പറഞ്ഞതിൽ വളരെ പ്രസക്തമായ ഒരു പോയിന്റ് ഉണ്ട്. ആളുകളുടെ കൺസേൺ അവനവന്റെ ജീവിതത്തിൽ വരുന്ന മാറ്റമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടായാൽ ഒരു പക്ഷെ ആളുകൾക്ക് ഒരു വലിയ പ്രശ്നമില്ലാതെ ഈ പ്രതിസന്ധിയെ അല്ലെങ്കിൽ ഈ മാറ്റത്തെ കൈകാര്യം ചെയ്യാൻ പറ്റിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ അപ്പോഴും മറ്റു ചില ആശങ്കകൾ, അത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. ഈ എഞ്ചിൻ തകരാറ്, ഇങ്ങനെ പെട്രോൾ മാറി ഉപയോഗിച്ചതുകൊണ്ടുള്ള എഞ്ചിൻ തകരാറ് വന്നാൽ ഇൻഷുറൻസ് ക്ലെയിം കിട്ടില്ല, അങ്ങനെയുള്ള ചില ആശങ്കകൾ കൂടി ആളുകൾക്കുണ്ട്. സാധാരണ മനുഷ്യന്മാരുടെ ആശങ്കകളാണ്. ഇപ്പോൾ ഈ ഇടവേളയിൽ എന്നോട് എൻ്റെ തൊട്ടടുത്ത് നിന്ന് ക്യാമറാമാൻ ചോദിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന E20 പെട്രോൾ ആണോ എന്ന്. അത് അവർക്കും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അത് അറിയുന്നുണ്ടാവില്ല. ശംഖു പറയുന്നത് ഞങ്ങളുടെ കുഴപ്പമാണെന്ന്. ശരി, ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നു. നമ്മളൊന്നും അത് അറിയാതെ പോയത് ഞങ്ങളുടെ കൂടെ കുഴപ്പമായിരിക്കും. പക്ഷേ സാധാരണക്കാർ ഇതേപ്പറ്റി അജ്ഞരാണെന്നതിൽ സംശയമില്ല. മൈലേജ് കുറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ എന്നും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈക്കിന് കാര്യമായ കേട് വന്നതായിരിക്കും അയാളുടെ ജീവിതത്തിൽ വന്ന മാറ്റം. ഈ ഫ്യൂവൽ സിസ്റ്റം ക്ലീനറൊക്കെ ഉപയോഗിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം സാധാരണക്കാരന് പ്രാപ്യമായ ഓപ്ഷൻസ് ആണ്? അല്ല, അതിനകത്ത് വളരെ കറക്റ്റ്. പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ഡീസലിൽ മണ്ണെണ്ണ ചേർക്കുന്ന പിടിക്കാൻ പോകാറുണ്ട്. സ്റ്റാൻഡുകളിലൊക്കെ പോയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സർക്കാർ തന്നെ അങ്ങനത്തെ ഒരു മിക്സിങ് അതിനകത്ത് വരുന്നു. അതിന് ചില നല്ല ഉദ്ദേശങ്ങളുണ്ട്, പക്ഷെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഇപ്പൊ ഈ 100 പെട്രോൾ നമുക്കിവിടെ മാർക്കറ്റിൽ ലഭ്യമാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ഓയിലിന്റെ XP100 ആണ് അത് ലഭ്യമാണ്. അതിനായിട്ട് 168 രൂപയാണ് വില. മറ്റു പെട്രോളിനെ അപേക്ഷിച്ച് ഒരു 50 രൂപ കൂടുതലാണ്. എനിക്കിപ്പോ ഈ എഥനോൾ വേണ്ട, അല്ലെങ്കിൽ അതിനൊരു കംപ്ലൈന്റ് ഉണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഓപ്ഷൻ വേണമെങ്കിൽ 1/3 കാശ് ഞാൻ കൂടുതൽ കൊടുക്കണം. അതൊരു പ്രശ്നമാണ്. കാരണം സാധാരണ ഒരു പെട്രോളിന് 110 രൂപയുള്ള സമയത്താണ് നമ്മൾ 167 രൂപ കൊടുക്കേണ്ടി വരുന്നത്. അത് സാധാരണക്കാരനെ സംബന്ധിച്ച് താങ്ങാൻ പറ്റുന്ന ഒന്നല്ല. രണ്ടാമത്തെ സംഗതി, നമുക്കൊരു ഇപ്പോ 1.9 ലക്ഷം കോടി രൂപ ഇതുകൊണ്ട് ഗവൺമെന്റിനെ ലാഭിക്കാമോ, അതിനകത്ത് 1.6 ലക്ഷം കോടി രൂപ കർഷകർക്ക് കൊടുക്കുമെന്നൊക്കെ പറയുമ്പോൾ 45 രൂപ മുതൽ 62 രൂപ വരെയാണ് എഥനോളിന്റെ ഒരു കർഷകർക്ക് കിട്ടുന്നത്. പിന്നെ അതിന്റെ മുകളിൽ ടാക്സൊക്കെ കൂടിയിട്ടാണ് ഈ എമൗണ്ട് വരുന്നത്. പക്ഷെ ഈ കിട്ടുന്ന ക്യാഷിൽ ഒരു പൈസ പോലും ഈ വാഹനത്തിന്റെ മൈലേജ് കുറയുന്ന വാഹന ഉടമയ്ക്ക് കിട്ടുന്നില്ല. തീർച്ചയായിട്ടും അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ വില കുറച്ച് കൊടുക്കേണ്ടതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ അവന് സാധാരണ പെട്രോൾ അടിക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കേണ്ടതുണ്ട്. മറ്റ് അഡിറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഡാമേജ് അല്ല അതിനകത്ത് പ്രശ്നം. ഒന്ന് അതിന്റെ മൈലേജ് ആണ്, രണ്ട് അതിന്റെ സ്റ്റാർട്ടിങ് പ്രശ്നങ്ങളാണ്. പഴയ വാഹനങ്ങൾ, പ്രത്യേകിച്ച് 2017 മുമ്പുള്ള വാഹനങ്ങളാണ് കൂടുതൽ പ്രശ്നങ്ങൾ. ആ വാഹനങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ മാതിരി തന്നെ കമ്പനി തന്നെ അതിന് റീപ്ലേസ്മെന്റ് കൊടുക്കണം. ഇൻഷുറൻസിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സിയാമും ഇൻഷുറൻസ് കമ്പനികളൊക്കെ ആ കാര്യത്തില് ആ തരത്തില് ഫ്യൂവൽ ഉപയോഗിച്ചാൽ അതുകൊണ്ട് ഇൻഷുറൻസ് വോയിഡ് ആവില്ല എന്നുള്ള തരത്തിൽ, വാറന്റി വോയിഡ് ആവില്ല എന്നൊക്കെ ഉള്ള പത്രപ്രസ്താവനകളും കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ വലിയ പ്രശ്നമില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഈ പറയുന്ന എൻഡ് യൂസർ എന്നുള്ള നിലയിൽ വാഹന ഉടമയ്ക്ക് വരുന്ന നഷ്ടം അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും. രണ്ടാമത്തെ സംഗതി, അയാൾക്കതിന് താല്പര്യമില്ലെങ്കിൽ ആ എഥനോൾ അല്ലാത്ത പെട്രോൾ കിട്ടാനുള്ളൊരു സൗകര്യം വേണം. ഇപ്പൊ നമ്മളിപ്പോ അടുത്ത ഈ 85 ഫ്യൂവൽ വരുന്നത് 2026 500 പമ്പിലും 2027 5000 പമ്പിലുമാണ്. പക്ഷെ എന്റെ ഒരു അറിവനുസരിച്ച് ആസോണത്തൂടെ ഒരു വാഹനം മാത്രമേ ഇന്ത്യയിൽ വിറ്റിട്ടുള്ളൂ എന്ന് പറഞ്ഞു. കാരണം അത് ആൾക്കാർക്ക് ഒരു ഓപ്ഷനാണ്, വേണമെങ്കിൽ വാങ്ങിയാൽ മതി. ഇതൊരു ഓപ്ഷൻ ഇല്ലാതെ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ്, വരുന്ന ബുദ്ധിമുട്ടുകൾ, ഈ പറഞ്ഞ ആഡ് ഓൺ സംഗതികളൊന്നും ഇതിനൊന്നും തൂക്കം കൂടുതലാണ്. ഇപ്പൊ പണ്ട് കാലത്ത് പെട്രോൾ വരുന്ന സമയത്ത് നമുക്കത് ക്ലോസ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഫ്ലഡഡ് ആയിട്ട് കാർബറേറ്റർ ഫ്ലഡഡ് ആയി കഴിഞ്ഞാൽ നമുക്കത് ഡ്രൈവ് ചെയ്യാനൊരു ഓപ്ഷൻ. ഇപ്പൊ അതില്ല, ഇപ്പൊ പെട്രോൾ ഇഞ്ചക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഓപ്ഷനുകളൊന്നും അതിനകത്തില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ വെള്ളത്തിന്റെ അംശം കൂടുതൽ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണ്. അതിനകത്ത് മറികടക്കാനുള്ള സാധാരണക്കാരനുള്ള ചില ബുദ്ധിമുട്ടുകളാണ് അതിന്റെ ഒരു കുഴപ്പം. അപ്പോൾ ഒന്ന് എക്കണോമി സൈഡാണ്, രണ്ട് അയാളുടെ മെയിൻ്റനൻസിന്റെ പ്രശ്നമാണ്. മറ്റ് കർഷകർക്ക് കിട്ടുന്ന ഒരു ഗുണത്തിന്റെ ഒരു പെർസെന്റേജ് എങ്കിലും വാഹന ഉടമകൾക്കും കൊടുക്കേണ്ടതുണ്ട്. അതൊരു തീർച്ചയായിട്ടും ന്യായമായ കാര്യമാണ്.